നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക് അമ്മ. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഒരു കാലത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ശക്തമായ ആക്ടേഴ്സിൻ്റെ യൂണിയൻ. ഇന്ന് ആ ഒരു സംഘടനയിൽ നിന്ന് ദിവസവും ഓരോരോ പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അൻസിബ ഹാസൻ്റെ ആരോപണങ്ങൾ, ടിനി ടോമിൻ്റെ കൗണ്ടറായിട്ടുള്ള റിപ്ലൈകൾ, ലക്ഷ്മി പ്രിയയുടെ പോലീസ് കംപ്ലൈൻറ്റ്, നീന കുറുപ്പിൻ്റെ പ്രതികരണം, CM നിന്ന് പെറ്റീഷൻ, ഇതൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കണമെങ്കിൽ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങണം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെയാണ്. ഇതിൽ 500-ലധികം മെമ്പേഴ്സുണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ ചരിത്രം റോളർ കോസ്റ്റർ പോലെ തന്നെയാണ്. ദീർഘകാലം അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ ആയിരുന്നു. മലയാളം സിനിമയിലെ ഏറ്റവും അധികം ലീവിംഗ് ലെജൻഡ് എന്നെങ്കിലും മോഹൻലാലെ പറയാം. അമ്മയുടെ ഫേസ് മോഹൻലാൽ തന്നെയായിരുന്നു. മെമ്പേഴ്സിൻ്റെ പെൻഷൻ, വെൽഫെയർ, ഫിലിം ഇൻഡസ്ട്രിയുടെ ആക്ടേഴ്സിൻ്റെ റൈറ്റ്, ഇതൊക്കെ അമ്മയുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷേ 2024 ഓഗസ്റ്റിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായി. 2017 കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയ കമ്മിറ്റി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റും അതിനെ ചോദ്യം ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങി. ആ റിപ്പോർട്ട് 2019 സബ്മിറ്റും ചെയ്തു. പക്ഷേ 5 വർഷങ്ങൾ അത് അടിച്ചമർത്തുക തന്നെയായിരുന്നു ചെയ്തത്. 2024 ഓഗസ്റ്റിൽ റിപ്പോർട്ട് പബ്ലിക്ലി റിലീസായപ്പോൾ കേരളം ഞെട്ടുകയായിരുന്നു. റിപ്പോർട്ടിലുണ്ടായിരുന്നത് കാസ്റ്റിംഗ് കൗച്ച്, സെക്ഷൽ അബ്യൂസ്, പവർ മിസ്യൂസ്, ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ സിസ്റ്റമാറ്റിക്കായി നടക്കുന്നു. അമ്മയുടെ ഓൺ എക്സിക്യൂട്ടീവ് മെമ്പറുടെ പേരുകൾ അലിഗേഷനിൽ ഉണ്ടായിരുന്നു. സിദ്ദിഖ്, അമ്മ ജനറൽ സെക്രട്ടറി, ആദ്യം റിസൈൻ ചെയ്തു. സെക്ഷൽ അസോൾട്ട് അലിഗേഷൻസ് ആയിരുന്നു സിദ്ദിഖിന്റെ മേലെ വന്നത്. ഇതോടെ മോഹൻലാലും മുഴുവൻ 17 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും മോറലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. പറഞ്ഞ് ഒരുമിച്ച് റിസൈൻ ചെയ്യുകയും ചെയ്തു. അമ്മയിൽ ഒരു പുതിയ ലീഡർഷിപ്പ് ഉണ്ടാകും. ആ ലീഡർഷിപ്പിനെ ഇന്ന് ഓർഗനൈസേഷന് റിന്യൂ ചെയ്യാൻ കഴിയും. ഇതായിരുന്നു മോഹൻലാലിനെ അന്ന് പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റും. മോഹൻലാൽ റിസൈൻ ചെയ്ത ശേഷം അമ്മയിലെ ഇലക്ഷൻ നടന്നു. ഈ ഇലക്ഷൻ ഒരു വലിയൊരു ഹിസ്റ്റോറിക് ചേഞ്ചായി മാറി. ശ്വേത മേനോൻ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി എലക്ട് ചെയ്യപ്പെട്ടു. കുക്കു പരമേശ്വരൻ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയുമായി. 17 മെമ്പർ അമ്മ കമ്മിറ്റി 8 പേർ സ്ത്രീകളായി മാറി. ഇത് വലിയൊരു ചരിത്രമായ ഒരു മൊമെന്റ് തന്നെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ഇൻഡസ്ട്രിയിൽ സ്ത്രീയുടെ സേഫ്റ്റിയും റൈറ്റും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് ഉദാഹരണമായി ഉപയോഗമായിരിക്കണമെന്ന് ശ്വേത മേനോൻ അമ്മയെ ലീഡ് ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റായും ടിനി ടോം എക്സിക്യൂട്ടീവ് മെമ്പറായും ഏറ്റെടുത്തു. ആളുകൾ എക്സ്പെക്ട് ചെയ്തത് ഇനി അമ്മ റീഫോം ചെയ്യും എന്ന് തന്നെയാണ്. ഇന്റേണലി പീസ്ഫുൾ ആകും എന്ന് തന്നെയായിരിക്കും, വുമൺലി ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷനും തെറ്റായി മാറി എന്ന് മെയിൽ പ്രൂവ് ചെയ്ത് ബോംബ് പൊട്ടി. അൻസിബ ഹാസൻ ദൃശ്യത്തിലെ അഞ്ജു ജോർജ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റ് കൂടിയാണ്. 2025 അമ്മയിൽ ജോയിന്റ് സെക്രട്ടറിയായി എലക്ട് ചെയ്തു. അൺപോസ്ഡായി മാറി. ഒരു സിംഗിൾ വോട്ടിലൂടെ ഒപ്പോസിഷൻ ഇല്ലാതെ, അതായത് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ തന്നെ. 2026 മെയ്യിൽ അൻസിബ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി പൊസിഷനിൽ നിന്നും റിസൈനും ചെയ്തു. ഒരു ഇന്റർവ്യൂവിൽ, റിപ്പോർട്ടർ TVയിൽ, ആ ഇന്റർവ്യൂവിൽ അൻസിബ ഒരൊറ്റ ശ്വാസത്തിൽ ഒരുപാട് അലിഗേഷൻസ് പറയുകയും ചെയ്തു. അൻസിബ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെയാണ്: കമ്മിറ്റി മീറ്റിംഗിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായപ്പോൾ അത് പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പ്രൊഫഷണൽ ഡിസ്അഗ്രിമെൻറ്റ്, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാക്കി മാറ്റി. രണ്ടാമത്തത് ടിനി ടോം. അമ്മ ഫാമിലി ഗ്യാതറിങ്ങിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ഉണ്ടായി. അമ്മയുടെ ഒരു റിലീജിയസ് ഓർഗനൈസേഷനെ സ്പോൺസർ അക്സെപ്റ്റ് ചെയ്യരുത്, സെക്യുലറായ ഓർഗനൈസേഷൻ ആക്കണം. ഇതായിരുന്നു അൻസിബയുടെ പൊസിഷൻ. ഇതിന് അൻസിബ ആരോപിക്കുന്നത് ടിനി ടോം അവളെ ജിഹാദി എന്ന് വിളിച്ചു എന്നതാണ്. റിലീജിയസ് കൺവെർസേഷൻ നടക്കുന്നത് എന്നതായിരുന്നു റൂമർ സ്പ്രെഡ് ചെയ്തത്. അദ്ദേഹം ഒരു സൊസൈറ്റിയുമായുള്ള ഇൻജസ്റ്റിസ് ആണ് ചെയ്തത്. റിവെഞ്ചിനായി റിലീജിയൻ കാർഡ് ഉപയോഗിച്ചു. കാരണം ഇവൻ്റെ പേര് അൻസിബ ഹസൻ എന്ന് തന്നെയാണ്.
ഇതാണ് അൻസിബ പബ്ലിക്ലി പറഞ്ഞത്. മൂന്നാമത്തെ കാരണം, ഈ ആരോപണങ്ങൾ ലീഡർഷിപ്പിൽ പ്രസിഡന്റായ ശ്വേത മേനോൻ ഇതിന്റെ അറ്റൻഷനിൽ കൊണ്ടുവന്നു. പക്ഷെ പ്രോപ്പർ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് അൻസിബ തുറന്നു പറയുകയായിരുന്നു. പിന്നീട് ലക്ഷ്മി പ്രിയ. തൃപ്പൂണിത്തുറ പോലീസിൽ അൻസിബ ഇവന്റെ പേരിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ഒരു പേഴ്സണൽ മെസ്സേജുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കംപ്ലൈന്റ്. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ ചോദ്യം ചെയ്യലും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. എന്നാലും പബ്ലിക്ലി ഇതെല്ലാം തന്നെ അൻസിബ ക്ലെയിം ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വൈറലായി മാറി. ഒരു ആക്ടർ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ഇത്രയും ഓപ്പൺലി അലിഗേഷൻ നടക്കുന്നത് കേരളത്തിൽ തന്നെ വലിയ രൂപത്തിൽ തന്നെ ചർച്ചയായി മാറി. എന്നാൽ ടിനി ടോമിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അലിഗേഷൻ നിഷേധിച്ചു, എവിഡൻസ് ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യുന്നു. ഇതായിരുന്നു ടിനി ടോമിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. അമ്മയിൽ അൻസിബിന്റെ അലിഗേഷൻസ് ലക്ഷ്മി പ്രിയ റിജക്റ്റും ചെയ്തു. പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് പേഴ്സണൽ ഡിസ്പ്യൂട്ടാണ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമായിരുന്നു. അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ ഓർഗനൈസേഷൻ മീഡിയയിൽ നിന്നാണ് ഇക്കാര്യം ആദ്യം അറിഞ്ഞത്. ഫോർമൽ കംപ്ലൈന്റ് ആ ടൈം വരെ കിട്ടിയിട്ടില്ലായിരുന്നു എന്നതാണ് അവർ പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റ്. ഇതിനിടയിലാണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. നീന കുറിപ്പ്, അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ, സീനിയർ ആയിട്ടുള്ള അഭിനേത്രി, അമ്മയിൽ ടിനി ടോമിനെതിരെ സെപ്പറേറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അമ്മയിലെ ഗാദറിംഗ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദിവസം രാത്രി 11 മണിക്ക് ടിനി ടോം ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചു. ഇതായിരുന്നു നീന കുറിപ്പിന്റെ അലിഗേഷൻസും. ആ ഇൻസിഡന്റ് ഫിസിക്കലി റിസ്ട്രെയിൻ ചെയ്യുന്ന ടിനി ടോമിനെ തടഞ്ഞു നിർത്തി. ഇതും അലിഗേഷനിൽ പറഞ്ഞു. ഓഡിയോ ക്ലിപ്പ് സർക്കുലേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൂടി. ഇതോടെ ഒരേ ടൈമിൽ അമ്മയിൽ ടിനി ടോം ഇതിനെതിരെ 2 കംപ്ലൈന്റ്, അൻസിബയുടെയും നീന കുറിപ്പിന്റെയും. ചീഫ് മിനിസ്റ്ററിൽ നിന്നും ഫയൽ പെറ്റീഷൻ ചെയ്തു. ലക്ഷ്മി പ്രിയ, ശ്വേത മേനോൻ, തൃപ്പൂണിത്തുറ വനിതാ പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടർ രേഷ്മ, ഇവർ ചേർന്ന് കോൺസ്പയർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അൺലോഫുൾ ഡിറ്റൻഷൻ നടത്തി. ഇതാണ് CM. ഇതിനെതിരെ മോഹൻലാലിനെ പറ്റിയും മറ്റു താരങ്ങളെ പറ്റിയും എല്ലാം തന്നെ ഒരുപാട് വിമർശനം ഇതിനിടെ വലിയ രൂപത്തിൽ സർക്കുലേറ്റ് ആയി തന്നെയാണ് ചെയ്തത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ പ്രതികരിച്ച് പ്രമുഖ നടന്മാരും ഒന്നും തന്നെ ഇതിന് രംഗത്ത് വരുന്നില്ല എന്നത് തന്നെയാണ് കാരണം. സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇതെല്ലാം തന്നെ നേരിട്ട് വന്ന് ചർച്ച ചെയ്ത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമായൊരു മറുപടിയും വ്യക്തമായൊരു ഡിസിഷൻസും എടുക്കണം എന്ന് തന്നെയാണ് ഇതിനെ പറയാനുള്ള സാധിക്കുന്നത്. കാരണം ഇത് എത്രമാത്രം ചർച്ച ചെയ്യാതിരിക്കുന്നോ, എത്രമാത്രം ഇതിനൊരു തീരുമാനം കൊണ്ടുവരാതിരിക്കുന്നോ, അത്രമാത്രം മലയാളം സിനിമയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നമായി മാറാൻ ഈ കാരണങ്ങളെല്ലാം തന്നെ സാധിക്കുമെന്ന് തന്നെയാണ് സത്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഹിറ്റ് ചെയ്ത് വയ്ക്കുക.